നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യ അതിർത്തി മേഖലയൊക്കെ തന്നെ എല്ലാ കാലവും വളരെ കരുതലോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. തന്ത്രപ്രധാനമായ പല മേഖലകളും അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. അതിർത്തിയിലെ റോഡ് റെയിൽ കണക്ടിവിറ്റി അടക്കം അതിവേഗത്തിൽ ഇന്ത്യ പൂർത്തീകരിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. എന്നാലിപ്പോൾ ചൈനീസ് അതിർത്തിക്കടുത്ത് ഒന്നും രണ്ടുമല്ല, ഒരു ഡസനിലധികം പ്രതിരോധ പദ്ധതികളാണ് ഇന്ത്യ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏറെ തന്ത്രപരമായ ഈ നീക്കം വളരെ കരുതലോടെ നീങ്ങുന്നതിൻ്റെ കാരണം അത് വ്യക്തമാണ്. ചൈനീസ് അതിർത്തിക്കടുത്തെന്ന് പറയുമ്പോൾ ലഡാക്ക്, സിക്കിം തുടങ്ങിയ ഉയർന്ന പർവ്വത മേഖലകളിലെ 17ഓളം പ്രതിരോധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കമ്മിറ്റി അംഗീകാരം കൊടുത്തിരിക്കുന്നത്. കാരണം നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ചേറെ വൾണറബിളായിട്ടുള്ള ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്ന ചില മേഖലകളാണ് ഇവിടങ്ങൾ. ഇവിടെ കൃത്യമായ വികസന പരിപാടികൾ ആസൂത്രണം ചെയ്തില്ല എങ്കിൽ ഒരു ഘട്ടത്തിൽ നാളെ ഇന്ത്യക്കത് വലിയ തിരിച്ചടിയായി മാറിയേക്കും. അതുകൊണ്ടൊരു മുൻകരുതൽ നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രവർത്തികൾ പൂർത്തീകരിക്കാനായി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ വന്യജീവി ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനിടയിൽ ഈ വിഷയം വലിയ ചർച്ചയായി മാറിയിരുന്നു. അങ്ങനെയാണ് ഈ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ആയിക്കൊള്ളട്ടെ, ചൈന ആയിക്കൊള്ളട്ടെ, ബംഗ്ലാദേശ് ആയിക്കൊള്ളട്ടെ, ഇനി മ്യാൻമർ ആയിക്കൊള്ളട്ടെ, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഈ രാജ്യങ്ങളുമായി കൃത്യമായ ഒരു അകലം പാലിക്കേണ്ടതുണ്ട്. അതിർത്തിയിൽ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കേണ്ടതുണ്ട്. പ്രതിരോധ സാമഗ്രികൾ വളരെ എളുപ്പത്തിൽ എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ചൈനയുമായും ബംഗ്ലാദേശുമായും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി മേഖലകളാണ്. ഇത് കൃത്യമായി നിർണയിച്ച് ഇതിൽ കൃത്യമായ സൈനിക വിന്യാസം നടത്തിയില്ലെങ്കിൽ ഭാവിയിൽ നമുക്കുണ്ടാകുന്ന തിരിച്ചടികൾ അത് വളരെ ഭീകരമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള ബോർഡ് വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് ചുറ്റുമുള്ള വികസന പദ്ധതികൾക്ക് സന്തുലിതവും സുസ്ഥിരവുമായിട്ടുള്ള രീതിയിൽ ഒരു അംഗീകാരം നൽകുന്നത്. പുതിയ അതിർത്തി ഔട്ട്പോസ്റ്റുകൾ, ബ്രിഗേഡ് ആസ്ഥാനം, വെടിമരുന്ന് സംഭരണ സൗകര്യങ്ങൾ, പരിശീലന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി പ്രതിരോധ സംബന്ധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ പദ്ധതികൾക്കായി കമ്മിറ്റി അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ലഡാക്കിലും സിക്കിമിലുമൊക്കെ പാലങ്ങളുടെയും കൽവറ്റുകളുടെയും നിർമ്മാണവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചൈനയുമായിട്ടുള്ള അതിർത്തിയിൽ സുരക്ഷ കൂടുതൽ ബലപ്പെടുത്താനായിട്ടാണ് ഈ പദ്ധതികളൊക്കെ തന്നെ ഏറ്റെടുക്കുന്നത്. അതേസമയം തന്നെ ദേശീയ സുരക്ഷയും തന്ത്രപ്രധാനമായ ആവശ്യകതകളുമൊക്കെ കണക്കിലെടുത്ത് ഈ പദ്ധതികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഈ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് ഈ ഒരു കാരണത്താലാണെന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് എടുത്തു പറയുന്നു. വന്യജീവി സംരക്ഷണ നടപടികളും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ പൂർണ്ണമായി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇനി എന്തൊക്കെ പ്രത്യേകതകൾ ഇവിടെ വരാൻ പോകുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു, എന്തൊക്കെ നിർമ്മാണ പ്രവർത്തികൾ ഉണ്ടാകുന്നു, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവും ഇതിനോടകം തന്നെ ആയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ഔട്ട്പോസ്റ്റുകൾ, ബ്രിഗേഡ് ആസ്ഥാനം സ്ഥാപിക്കുന്നത്, വെടിമരുന്ന് സംഭരണം, പരിശീലന സൗകര്യ കേന്ദ്രങ്ങളുടെ നിർമ്മാണം, പാലത്തിൻ്റെയും മറ്റുമൊക്കെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അങ്ങനെ 70 നിർദ്ദേശങ്ങളാണ് പരിഗണിച്ചിരിക്കുന്നത്. സുരക്ഷിത സംരക്ഷിത പ്രദേശങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ, പരിസ്ഥിതി സെൻസിറ്റീവ് മേഖലകൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള പൊതു ഉപയോഗ സേവനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട 70 നിർദ്ദേശങ്ങളാണ് ഇങ്ങനെ കമ്മിറ്റി യോഗത്തിൽ പരിഗണനയിലെത്തിയത്. പാരിസ്ഥിതിക സംവേദനക്ഷമത, നിയമപരമായ ആവശ്യകതകൾ, പ്രാദേശിക സമൂഹങ്ങൾക്ക് അവശ്യ സേവനങ്ങൾ ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നിവ കണക്കിലെടുത്താണ് ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നതെന്നാണ് മന്ത്രാലയം പറയുന്നത്. ജൽജീവൻ മിഷന് കീഴിലുള്ള കുടിവെള്ള വിതരണം, പ്രാഥമിക കമ്മ്യൂണിറ്റി ആരോഗ്യ കേന്ദ്രങ്ങൾ, റോഡിന് വീതി കൂട്ടൽ, 4G മൊബൈൽ ടവറുകൾ, ട്രാൻസ്മിഷൻ ലൈനുകൾ എന്നിവയൊക്കെ തന്നെ പൊതു ഉപയോഗ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ബുന്ദേൽഖണ്ഡ് മേഖലയിൽ കുടിവെള്ളവും ജലസേചനവും നൽകുന്ന മധ്യപ്രദേശിലെ ഒരു ഇടത്തരം ജലസേചന പദ്ധതി അടക്കം ഇക്കൂട്ടത്തിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്.